2019 അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുവാളി എന്ന മുൻ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ സ്വർണം പൂശിയ ചെമ്പുവാളിയാകാം കൈമാറിയതെന്നാണ് ഇന്നത്തെ പ്രതികരണം. 44 കിലോ സ്വർണം കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിൻ്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പ് പാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ്, അതിന് പ്ലേറ്റ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണല്ലോ, അല്ലാതെ ഈ പറയുന്ന പോലെ കിലോ കണക്കിന് സ്വർണ്ണമൊന്നും അതിലില്ല. അതെന്താ സംഭവിച്ചതെന്നുള്ളതും ഇത് കൊടുത്തയച്ചതും അതല്ലെങ്കിൽ അവിടുത്തെ റെക്കോർഡും പ്രകാരം ചെമ്പ് പാളി എന്നാണ് എഴുതിയിട്ടുള്ളത്. കാരണം ചെമ്പ് പാളി ആയതുകൊണ്ടാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിനകത്ത് പെടുത്തണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നാണ് എൻ്റെ ആവശ്യം. സ്വർണമോ ചെമ്പോ എന്ന് തനിക്കറിയില്ലെന്ന് കൈമാറ്റം നടക്കുമ്പോൾ മഹസറിൽ ഒപ്പിട്ട മുൻ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി 24-നോട് പറഞ്ഞു. ഇതിനകത്ത് അന്ന് ഇത് നമ്മൾ 2019 ഇത് അറ്റകുറ്റപ്പണിക്ക് കൊടുക്കാനുണ്ടായ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ എന്താ വെച്ചാലേ ഇത് മേൽശാന്തി എന്നുള്ള നിലയില് നമുക്കിതിൽ ഒരു റോളും ഇല്ല. വെച്ചാൽ 19 മുമ്പ് എന്താന്നുള്ളതിനെ കുറിച്ചിട്ടോ അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇതൊന്നും എനിക്ക് അറിയില്ല. അത് സ്വർണ്ണാണോ ഇതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കണമെന്നില്ല. എല്ലാം കണ്ടാ ഒരേപോലെയാണ്, മഞ്ഞ നിറത്തിലാണ് കാണുന്നത്, അത്രേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ സൈന് വേണ്ടവർക്കൊക്കെ നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഒരു പക്ഷെ ഞാനത് മുഴുവൻ വായിച്ചിട്ട് തന്നെ ആയിരിക്കില്ല ഞാനത് ഒപ്പിട്ടിട്ടുണ്ടാവും. ഇത്തരം വിഷയങ്ങളിൽ സാങ്കേതികമായിട്ട് നമുക്ക് ചിലപ്പോൾ കൊണ്ടുപോകുന്ന സമയത്തൊരു സാക്ഷി എന്നുള്ള നിലയിൽ നമ്മൾ ഒപ്പിടേണ്ട ചില സന്ദർഭങ്ങളോ അങ്ങനെ അതൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പൊ അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളോട് വന്ന് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവിടെ നിന്ന് ഒപ്പിടണം എന്ന് പറയും. അത് അവിടുന്ന് ഓഫീസ് നമ്മളോട് വന്ന് പറയണു, നമ്മൾ അവിടെ ഒപ്പിട്ട് കൊടുക്കണോ, അത്രേ ഉള്ളൂ സത്യത്തില്. അപ്പോ നമ്മളെ സംബന്ധിച്ചുള്ള അതിൽ ഒരു അഭിപ്രായം പറയാന്നുള്ളത് ഒരു അനൗചിത്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 1999 സ്വർണം പൂശുകയായിരുന്നില്ല, പൊതിയുകയായിരുന്നെന്ന് സാക്ഷിയായിരുന്ന മാധ്യമപ്രവർത്തകൻ വേണു മാധവൻ പറഞ്ഞു. തകിട് BGML ഇത് കൊണ്ടുവന്ന തകിട് അവിടെ കൊണ്ട് മരാമത്ത് കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഇതുണ്ട്, അവിടെയാണ് ഇത് കൂട്ടി വെച്ചിട്ട് അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. മൈലാപ്പൂരിലെ കുറേ വർക്കേഴ്സാണ്, അവർ വ്രതം എടുത്ത് 41 ദിവസം വ്രതം എടുത്തിട്ടാണ് ഇത് പണിയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പണി കഴിഞ്ഞ് കുംഭാഭിഷേകം കഴിഞ്ഞാണ് അവർ പോവുക. അപ്പോൾ ഈ തകിട് എന്നെ എടുത്ത് അവർ കാണിക്കും. അപ്പോൾ ആ തകിട് ഞാൻ എടുത്തിട്ടുണ്ട്, സ്വർണ്ണ തകിടുകളാണ്. അപ്പോൾ അത് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഈ സാധാരണ നമ്മുടെ ഒരു ഈ A4 പേപ്പറിൻ്റെ അതിൻ്റെ ആ കനത്തിലാണ് വരുന്ന ഒരു പേപ്പറിൻ്റെ ആ കനത്തിലുള്ള തകിടുകളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ തകിടെടുത്ത് എന്നെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഇത് കാണിച്ചാണ്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിവരം പറയും, അപ്പം ഈ 30 കിലോയുടെ കൂടുതലുണ്ട്, അതിന് കുറച്ച് കൂടുതൽ ഈ 3 എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് ശബരിമലയിലെ മുൻ മേൽശാന്തി എന്നാണ് വാതിൽ നിർമ്മിച്ച ശില്പി ഇളവള്ളി നന്ദന്റെ പ്രതികരണം. ബാംഗ്ലൂർ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി ഒരു പോറ്റിയാണ്. അദ്ദേഹം ശബരിമല മേൽശാന്തി ആയിട്ടുണ്ട്. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. പിന്നെ വിളിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അങ്ങനെ ഈ ഡോറിൻ്റെ കാര്യം പറഞ്ഞു. ഇയാളുടെ കൂടെ ഏതോ MP മാരൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്, ഈ പോറ്റിയുടെ കൂടെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഇതിൻ്റെ സ്പോൺസർമാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന്. അതേസമയം വിവാദം കേരള പോലീസ് അന്വേഷിച്ചാൽ തെളിയില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. അല്ല, സർക്കാരിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതേക്കുറിച്ച് അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടത്തി ഇദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുറത്തു കൊണ്ടുവരണം. അങ്ങനെ പുറത്തു കൊണ്ടുവരണം എങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ഒരു CBI അന്വേഷണത്തിന് തന്നെ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ കണ്ട് ഇവിടുത്തെ കേരളത്തിലെ പോലീസ് അന്വേഷണം നടത്തിയാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഈ കുറ്റം ചുമത്തിയിട്ട് അവർ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു CBI അന്വേഷണമാണ് ശബരിമല ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം നടത്തട്ടെ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഏത് കാലത്താണ് സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടത് എന്നതിൽ കൃത്യത വരണമെന്നും നടപടിയെടുക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് എന്നും വിവാദങ്ങളിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്നും വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ ഒരുപാട് അഴിമതി കെടുകാര്യസ്ഥതയില്ലാതെ എന്നും ആരോപണങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന ഒരു ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട്
ഇതിൻ്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി, ഇതിൻ്റെ ആസ്തി ബാധ്യത, അതുപോലെ സ്വർണങ്ങൾ, ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്ന് തിട്ടപ്പെടുത്തിയും നഷ്ടപ്പെടുത്തുക എവിടെയാണെന്നും എല്ലാം കണ്ടെടുക്കുവാനുള്ള അത് ആ കാലത്ത് ആരാണെന്ന് കണ്ടെടുത്ത് അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെൻറ് തയ്യാറായാൽ നന്നായിരിക്കും. എന്നാലേ ഒരു ഭയമുണ്ടാവുള്ളൂ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് MG പ്രതീഷാണ്. പ്രതീഷ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന പലർക്കും ഒരു കാര്യങ്ങളിലും ഒരു വ്യക്തതയില്ല. എന്താണ് പല കാലഘട്ടങ്ങളിലും സംഭവിച്ചത്, മുൻപ് പറഞ്ഞത് മാറ്റി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സംവിധാനം മൊത്തത്തിൽ കൃത്യമായിരുന്നോ പ്രവർത്തിച്ചിരുന്നതെന്നൊരു ചോദ്യം ഉയർത്തുന്നതാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ. മറുവശത്ത് ഇതിലൊരു CBI അന്വേഷണം വേണമെന്ന ആവശ്യവും വന്നിട്ടുണ്ടല്ലോ. ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വാർത്താദിനത്തിൽ വന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി ഇത് മുന്നോട്ട് പോവുക? ക്രിസ്റ്റീന, ഇത്രത്തോളം പ്രതികരണങ്ങൾ കേട്ടിട്ടും അതിൽ ഒരു പ്രതികരണത്തിൽ പോലും വ്യക്തതയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1999 ശേഷം 2025 വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായൊരു കാര്യം പറയാൻ കഴിയുന്നില്ല എന്നതാണ് ഈ പ്രധാനമായും വലിയ ഒരു വിഷയമായി ഉയരുന്നത്. കാരണം ഈ 2019 കൊണ്ടുപോയത് ചെമ്പുപാളിയാണോ, അല്ലെങ്കിൽ അതിനു മുമ്പ് അതിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ദേവസ്വം വിജിലൻസിനും ആയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഈ വിശദമായ അന്വേഷണം വേണം എന്നതാണ് ഈ പ്രതിപക്ഷമടക്കം ആവശ്യപ്പെടുന്ന കാര്യം. നിലവിലെ ദേവസ്വം വിജിലൻസോ അല്ലെങ്കിൽ പോലീസോ അന്വേഷിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഒപ്പം നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ 2019 മുതലുള്ള ഈ ദേവസ്വം ഭരണസമിതി, ഒപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ തന്നെ പങ്കില്ലാതെ അല്ലെങ്കിൽ ഇവരുടെ അറിവില്ലാതെ ഒരാൾക്ക് മാത്രം ഇത്രത്തോളം അല്ലെങ്കിൽ ഒരു കൃത്രിമം ഇതിൽ കാണിക്കാൻ കഴിയുമോ എന്നും പ്രധാനമായും ഈ ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. അത് കേരളത്തിന് പുറത്തുള്ള ഏജൻസി അന്വേഷിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. എന്തായാലും നിലവിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർച്ചയായി 2 ദിവസവും ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വീഴ്ച സംഭവിച്ചത് അക്കാലത്തെ ഉദ്യോഗസ്ഥർക്കാണ്, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒന്നും അറിയില്ല എന്നതാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ പറഞ്ഞ കാര്യം. 2019 ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവ് ചെമ്പുപാളി സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു, അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് താൻ കൊണ്ടുപോയിട്ടുള്ളത്. 3 പേരുമായി ചേർന്നാണ് സ്വർണം പൂശിയത്. ഇതിൽ 15 ലക്ഷത്തോളം രൂപ ചെലവായി. ഇതിന്റെ ഉൾപ്പെടെ രേഖകളുണ്ട്. ആവശ്യമെങ്കിൽ കോടതി ഉൾപ്പെടെ താൻ ഇക്കാര്യങ്ങൾ അറിയിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വീകരിക്കുന്നു. ഒപ്പം ഈ കഴിഞ്ഞ 2 ദിവസവുമായി നടന്ന ചോദ്യം ചെയ്യലും തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത്. മാധ്യമങ്ങളോട് നടത്തുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് അക്കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റേതെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കണം. കാരണം ഒരാളുടെ മേൽ മാത്രം കുറ്റം അടിച്ചേൽപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും, എല്ലാ വശങ്ങളും പരിശോധിക്കണമെന്നതാണ് പ്രധാനമായും ഈ വിഷയത്തിൽ പൊതുവെ ഉയരുന്ന അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.